ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പാഴ്സലാണ് ആമസോണിൻ്റെ. ഇത് നമ്മുടെ ഓലയുടെ സ്കൂട്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീൻ പ്രൊട്ടക്ടറും പിന്നെ അതിൻ്റെ ചാർജിങ് പോർട്ടിൽ വരുന്നൊരു ഒരു പ്രൊട്ടക്ടറുമാണ്. ക്ലോസ് ചെയ്തിരിക്കുന്നൊരു പ്രൊട്ടക്ടർ. അത് നമുക്ക് വണ്ടി വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ രണ്ട് സംഭവം കൂടി എനിക്ക് 259 രൂപയാണ് വന്നേക്കുന്നത് ആമസോണിൽ. വലിയ എമൗണ്ട് അല്ല. ഈ ഓലയുടെ ആക്സസറീസിന് വാങ്ങുന്ന ഒറിജിനൽ വാങ്ങുന്നതിനേക്കാളും ഭയങ്കര വിലക്കുറവാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം, വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. പാക്കിങ് എനിക്ക് അത്ര വലിയ സുഖമായിട്ട് തോന്നിയില്ല. കാരണം വേറെ ഒന്നുമല്ല, ഇത് സാധാരണ നമ്മുടെ ഈ ഡി സിയിലൊക്കെ ഓരോരുത്തർ ഫേസ്ബുക്കിലൊക്കെ ഇടുമല്ലോ, എന്തെങ്കിലും നമ്മൾ OLX-ലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന ഒരു സാധാ ഒരു പാക്കിങ് അതുപോലെ തോന്നിയത്. ആമസോണിൻ്റെ ഒരു പെർഫെക്ഷൻ എനിക്ക് തോന്നിയില്ല കേട്ടോ. ഒറ്റ കൈ കൊണ്ടാണ് തുറക്കുക. അതിൻ്റെ ഒരു കുഴപ്പമില്ല കാണിക്കുക. ഇപ്പോഴത്തെ ക്യാപ്പ് വന്നിട്ടുണ്ട്. ക്യാപ്പിൻ്റെ പിടിച്ചു നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. ഇതാണ് ക്യാപ്പ് വരുന്നത്. ക്യാപ്പ് കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ഇനി അടുത്തത് എൻ്റെ സ്ക്രീൻ നോക്കാം. അപ്പോൾ ഇതാണ് സ്ക്രീൻ വന്നേക്കുന്നത്. ഇമ്പോസിബിൾ ഗ്ലാസ് എന്നുകൊണ്ട് ഓല S1X ടെമ്പേർഡ് സ്ക്രീൻ പ്രൊട്ടക്ടർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇൻസ്ട്രക്ഷൻ മാനുവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലെങ്ങനെ ഒട്ടിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഫിക്സ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഓലത് ചാർജിങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് സ്ക്രീനിൻ്റെ ഇത് ഇങ്ങനെയാണ്. ഇത് കുറച്ച് നാളിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എയർ ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഒരു വൃത്തികേടാവും. അപ്പോൾ സ്ക്രീൻ ഗാർഡ് ചെയ്തതാണ് കേട്ടോ. സംഭവത്തിൽ 2 വൈപ്സ് വരുന്നുണ്ട്. ഒരെണ്ണം ഡ്രൈയും വെറ്റായിട്ടുള്ളത്. അപ്പോൾ ആദ്യം വെറ്റായിട്ടുള്ളത് കൊണ്ട് എടുത്തിട്ട് പിന്നെ ഡ്രൈ ആയിട്ടുള്ളത് കൊണ്ട് ചെയ്യാം. ഇത് വെച്ച് നോക്കാം. വെച്ച് നോക്കുമ്പോഴും കറക്റ്റാണ്. ഓക്കെ. ആദ്യം നമുക്ക് ഇന്നത്തെ വണ്ടിയെ ഇത് ഒലിച്ചളയാം. ഇച്ചിരി പാടുണ്ട്. അത് ഉള്ളിലോട്ട്, ഗ്ലാസിൻ്റെ ഉള്ളിലോട്ട് ഇതിൻ്റെ ഒരു പീസ് പോയ പോലെ ഉണ്ട്. അത് കണ്ടോ, കണ്ടോ, ഉള്ളിലിങ്ങനെ എടുത്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ സ്ക്രീനിൻ്റെ ഇത് അഴിച്ചിട്ടുള്ളൊരു ഇതാണ്. ഇതിൽ ഇതൊക്കെ ഈ 2 ഇതുകൊണ്ട് നമുക്ക് ഒന്ന് വൈപ്പ് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം ഞാൻ വെറ്റായിട്ടുള്ള ഇതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. മറ്റേ മൊബൈലിൽ സ്ക്രീൻ ഗാർഡ് പൊട്ടിക്കുന്ന ആ സെറ്റപ്പ് തന്നെ. അത് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. വല്ല ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തൊരു വീഡിയോ നമ്മൾ ഇടാൻ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ 1100 കിലോമീറ്ററായി. ഫസ്റ്റത്തെ 1000 കിലോമീറ്ററിൻ്റെ റിവ്യൂ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇതിൻ്റെ ഒപ്പം ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവരും കാണാൻ മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് എടുത്തേക്കണത് ഇത് വെറ്റായിട്ടുള്ളതാണ്. അതുകൊണ്ടൊന്ന് തുടച്ച് സംഭവം നല്ല സെറ്റപ്പ് ആക്കാം. അതിനകത്തുള്ള പാടുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കളഞ്ഞ് ഒരുവിധം നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. പൊടികളും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കും. ഇല്ല, ഒരുവിധമൊക്കെ പോയിട്ടുണ്ട്. ഞാൻ സ്ക്രീൻ എടുക്കാം. സ്ക്രീൻ ഇതാണ്. ഇവിടെ നിന്നാണ് ഇതിൻ്റെ
വിളിക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ ഉണ്ടല്ലോ. പ്രസ് പീൽ ഓഫ് ദ മാസ്ക് ബിഫോർ ആപ്ലിക്കേഷൻ. ഓക്കെ, സ്റ്റെപ്പ് 2-ൽ പ്ലീസ് പീൽ ഓഫ് ദി മാസ്ക് ആഫ്റ്റർ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ്. ഓക്കെ, ഫസ്റ്റ് ഇത് ഒട്ടിച്ചിട്ട് പിന്നെ രണ്ടാമത് ഇത് വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ഒട്ടിക്കാൻ കുറച്ച് പാടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ഓഫ് ചെയ്തത്. അങ്ങനെ ചെറുതായിട്ട് ബബിൾസൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തല്ലേ, നമുക്ക് കുഴപ്പമില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസം കുറച്ച് ദിവസം ഓടിച്ച് നോക്കിയിട്ട് വലിയ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വാങ്ങിച്ച് ഒട്ടിക്കാം. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ സ്ക്രീൻ ഗാർഡ് നമ്മൾ വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയും കുറച്ച് ബബിൾസ് വന്നതിൻ്റെ ഒരു വിഷമമുണ്ട്. അത് അടുത്തതിൽ ഞാൻ മാറ്റിക്കൊണ്ട് ചെറുതായിട്ട് ബബിൾസ് അവിടെ നിന്നൊക്കെ കയറി വരുന്നുണ്ട്. അത് ഞാൻ ഒട്ടിച്ചതിൻ്റെ ഒരു മിസ്റ്റേക്കാണെന്ന് തോന്നുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ഡിസപ്പോയിൻമെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് അതിൻ്റെ പോർട്ട്, ചാർജിങ് പോർട്ടിൻ്റെ ഇത് ഫിക്സ് ചെയ്യണത്, ഡസ്റ്റും കാര്യങ്ങളും കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സംഭവം ഇത് ഫിക്സ് ചെയ്യണത് ഈ ഹോളിലാണ്. പക്ഷേ ഇവരിത് അയച്ചു തന്നപ്പോൾ ഇതിൻ്റെ ഫോട്ടോസിലൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇവിടെ ചെറിയൊരു സ്ക്രൂ വരുന്നത്. അത് നമുക്ക് കിട്ടിയില്ല. അത് വളരെ മോശമായിപ്പോയി. പിന്നെ ഈ സംഭവം വെറുതെ തള്ളി കയറ്റി വയ്ക്കാൻ പറ്റും. ഇതിൽ കാണിച്ചു തരാം. ഇതിങ്ങനെ വെച്ചിട്ട് ചെറിയ ടൈറ്റ് ഉണ്ട്, അങ്ങനെ തന്നെ അല്ലേ? അതെല്ലേ, കറക്റ്റായിട്ട് കയറുന്നില്ല. ഫസ്റ്റ് ടൈം ഞാൻ വെച്ചപ്പോൾ കറക്റ്റ് കയറിയുണ്ട്. തള്ളി വയ്ക്കാം. ഇതിങ്ങനെ ബാലൻസ് ആയിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ അതിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വയ്ക്കാം. അതിൻ്റെ സംഭവം. പിന്നെ ഇപ്പോഴാണ് ഞാൻ വേറെ സംഭവം കാണുന്നത്. ഇതിൽ ഇവർ അയച്ചു തന്നപ്പോൾ പെയിൻറ്റിങ് അല്ല, പെയിൻറ്റിങ് വളരെ മോശമാണ്. ഇവിടെ ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ട് ഈ ഭാഗത്ത് മാത്രം ബ്ലാക്ക്. ഇത് ഏതാണ്ട് സെക്കൻഡ് ഹാൻഡ് സാധനം വാങ്ങിച്ച് വെച്ച പോലെ ആയിപ്പോയി. അതൊരു ഓലയുടെ ഭാഗത്തു നിന്നുള്ളത് വളരെ മോശമായിട്ടുള്ള സംഭവം എനിക്ക് തോന്നി. അതിലൊരു സാറ്റിസ്ഫൈഡ് അല്ല. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ സംഭവം വെക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് ഇതിന് വല്ല പട്ടാളത്തിൽ നിന്ന് എടുത്ത് വെച്ചാണോ ദൈവത്തിനറിയാം. പുതിയ വണ്ടി വാങ്ങിച്ചിട്ടുള്ളൊരു അവസ്ഥ. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് ചാർജ് ഓണാക്കുന്നു. അപ്പോൾ കുറച്ചും കൂടി നല്ല ക്ലിയറിൽ കാണുന്നുണ്ട്. എനിക്ക് നല്ല സന്തോഷമുണ്ട് കാണാനായിട്ട്. മറ്റേത് ആ ഒരു പേപ്പറിൻ്റെ ഒരു സംഭവമൊക്കെ ആയിട്ട് വലിയ ക്ലിയർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഈ ബാക്കിലെ ഈ കവറ് വെച്ചുകൊണ്ട് അവിടുത്തെ ഒരു സംഭവം പെയിൻ്റ് ഇല്ലാത്തോ അല്ലെങ്കിൽ ആ പെയിൻറ്റ് ബ്ലാക്ക് പെയിൻറ്റ് കയറി വന്നതിൻ്റെ സംഭവമൊക്കെ കാണാൻ പറ്റി. ഓക്കെ, ഇങ്ങനെ ഓരോ ഫിക്സിങ് നടത്തുമ്പോഴാണ് ഓരോരോ സംഭവങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ 1156 കിലോമീറ്റർ ഇനി അടുത്തത് ഇതിൻ്റെ എത്രയായിട്ടുള്ളൊരു റിവ്യൂ അത് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.